മോഹിനി കാണാൻ വന്ന മാംഗലീവ്സ് ലേറ്റസ്റ്റ് എപ്പിസോഡിലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കാണുന്ന കാര്യം അവന്തികയുടെ ഏഷ്ണിയും ഭീഷണിയും കൊണ്ട് ആതിര അർച്ചന തമ്മിലുള്ള ബന്ധം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തോട്ടേക്ക് പോകണം. അർച്ചനയുടെ മനസ്സ് ഇത്രമാത്രം നോവിച്ചത് അവന്തികയെക്കാളും അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആതിരയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർ ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്ന കാര്യം സച്ചിക്ക് എന്താണ് സച്ചിയുടെ ടേബിളിലേക്ക് ഒരു ഫയലും കൊണ്ട് ഒരാൾ വരുവാണ്. കാരണം ഓഫീസിലുള്ള സ്റ്റാഫാണ്. അപ്പോഴത്തേക്കും സച്ചി അത് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ സച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം ഈ ധനുഷിനെ കുറിച്ചുള്ള കാര്യമാണ്. കാരണം ധനുഷിൻ്റെ പേര് ഷാഹർ മുഹമ്മദ് എന്ന ഒരു പേരും അന്ന് അവിടെ ഒട്ടിച്ചിരുന്ന ഫോട്ടോ ഒക്കെ ആയിട്ട് ധനുഷിന് സ്കൂൾ രജിസ്റ്ററിനകത്തും കോളേജ് രജിസ്റ്ററിനകത്തൊക്കെ കിട്ടിയ ഒരു ഫോട്ടോയും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ എടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ധനുഷിന് നല്ലപോലെ പൂട്ടാൻ പറ്റും. ഇനി ഒരിക്കലും അവന് ധനുഷാണ് താനെന്നൊരു പേരും പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് വീണ്ടും നെല്ലിശ്ശേരി കയറി വരാൻ കഴിയാത്ത രീതിയിലും അവനെ കള്ളത്തരങ്ങളെല്ലാം ഒടിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അവനെ പൂട്ടിയെടുക്കാൻ പറ്റും. അപ്പം ധനുഷിൻ്റെ കാര്യത്തിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടോ സച്ചിൻ തൻ്റെ ഫോണിനകത്ത് മൊത്തം നോക്കുക. അപ്പം ഇല്ല. ഉടൻ തന്നെ എന്താണ് അർച്ചനയെ വിളിക്കുവാണ്. അർച്ചന ആണെങ്കിൽ കിച്ചണിനകത്ത് നല്ല തിരക്കിട്ട പണിയില്ല. അപ്പോൾ അർച്ചന സച്ചിയുടെ ഫോൺ കാണുമ്പോൾ തന്നെ എടുക്കുക. എന്താ സച്ചിയുടെ കാര്യം? എടോ തൻ്റെ കയ്യിലേ അന്ന് നമ്മൾ ധനുഷിൻ്റെ കോളേജിൽ സ്കൂളിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ഇല്ലേ, അതായത് അവൻ്റെ പേരിൻ്റെ ആ ഒരു ഫോട്ടോയുടെ അവിടെ അവൻ്റെ പേരും അതുപോലെ അവൻ്റെ വിലാസമൊക്കെ ഉണ്ടായിട്ട് ഷാഹർ മുഹമ്മദ് എന്താ കൊടുത്തിരുന്നത്, ആ തൻ്റെ കയ്യിലുണ്ടോ? അപ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ടോ എന്ന് അറിയത്തില്ല സച്ചിയേട്ടാ, ഞാനൊരു കാര്യം സന്ദീപിൻ്റെ കയ്യിൽ കാണാൻ ചാൻസ് ഉണ്ട്, അവൻ്റെ കയ്യിൽ ചോദിക്കാമല്ലോ. എന്നിട്ട് അർച്ചന പറയുന്നുണ്ട് എന്തിനാ സച്ചിയേട്ടാ ഇപ്പോൾ ഇതൊക്കെ? അല്ലടോ അതിപ്പം നമുക്ക് കിട്ടുവാണെങ്കിൽ അവനെ നല്ലപോലെ പൂട്ടാൻ പറ്റും. കാരണം ഇപ്പം അവനോട് പോലീസ് കസ്റ്റഡിക്ക് എത്താം. അവർ നാട് നീളെ എല്ലാ കാര്യവും പറ്റിക്കാൻ പറ്റും, രജിസ്റ്റർ ബുക്കിനകത്ത് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയും കാര്യങ്ങളും വെച്ചിട്ട് സർക്കാർ രേഖകളിൽ നോക്കിയാൽ അവന് സർക്കാർ രേഖകളൊന്നും കയറി തിരുത്താനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ഫ്രോഡൊന്നും ആർക്കും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതുണ്ടോ എന്ന് താനൊന്ന് നോക്ക്. എന്നാൽ പിന്നെ ഒരിക്കലും അവൻ എന്താണ് നെല്ലിശ്ശേരി വന്നിട്ട് താനാണ് ധനുഷ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും വരാൻ കഴിയാതെ തന്നെ ഇരിക്കും എന്ന് ചോദിക്കുമോ. സച്ചേട്ടാ ഇതൊക്കെ ഇനി കിട്ടിയിട്ട് വല്ല പ്രയോജനമുള്ളൂ. കാരണം അന്ന് നമ്മൾ എന്താണ് ഈ ഫോട്ടോയൊക്കെ നന്ദേട്ടനെ കാണിച്ചു. നന്ദേട്ടൻ എന്താണ് നമ്മൾ ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതെന്നല്ലേ പറഞ്ഞേ. ഇനി ഇതും കൂടെ കാണിച്ചാൽ അവന് അതുപോലെ തന്നെ സ്ഥാപിച്ചെടുത്താൽ നമ്മൾ ഇതൊക്കെ തപ്പിയെടുത്തതിന് വല്ല കാര്യം ഉണ്ടാവും. അവിടെ സച്ചി പറയുന്നത് അല്ലടോ സർക്കാർ രേഖയിൽ അവന് ഒരു രീതിയിലും തിരുത്തം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് എടുത്തു വെക്കുന്നത് ഇനി ഒരു രീതിയിലും അതേപോലെ നന്ദേട്ടനെയോ മറ്റാരെയും ഇനി മണ്ടനാക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ നമുക്ക് നല്ലപോലെ പൂട്ട അർച്ചന. അപ്പോഴത്തേക്കും അർച്ചന പറയുന്നു ഞാൻ എന്തായാലും നോക്കട്ടെ സച്ചിയേട്ടാ, എൻ്റെ കൈ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ എന്തായാലും സന്ദീപിനോടൊക്കെ ചോദിക്കാൻ വന്നിട്ട് അർച്ചന ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് സച്ചി എന്താണ് ആ കാര്യം തന്നെ ഒരു കുറച്ച് നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നേരെ അർച്ചനയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അർച്ചനയുടെ വീട്ടിനകത്ത് എന്താണ് ഒരുവിധം നല്ലപോലെ റിക്കവർ ആയി കഴിഞ്ഞാൽ അനൂപ്. അപ്പോൾ അനൂപും അതുപോലെ മീര ചേച്ചിയും മോളും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നേരെ എന്താണ് മാഷും കമലടുത്തേക്ക് പുറത്ത് പോയിട്ട് അകത്തേക്ക് കയറുന്നത്. അപ്പോഴത്തേക്ക് ഇവരെവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെന്താണ് കുഞ്ഞിൻ്റെ പേരിടി ചടങ്ങല്ലേ, അപ്പോൾ അതിന് വേണ്ടി ബന്ധുക്കളൊക്കെ ക്ഷണിക്കാൻ പോയതാണ്. കാരണം അനൂപല്ലല്ലോ ഇപ്പം ക്ഷണിക്കാൻ പോകുന്നത്. ഇവരായതുകൊണ്ട് ഇവരെല്ലായിടമൊക്കെ വലിഞ്ഞു കയറിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നേരെടുക്കുന്നുണ്ട്. ഇപ്പോഴേ വിളിച്ചു തുടങ്ങിയാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പം അനൂപ് പറയുന്നുണ്ട് അച്ഛാ അതിന് നമ്മൾ ഇവിടെ വെച്ച് നടത്തേണ്ട ആവശ്യമുണ്ട്, കുഞ്ഞിപ്പോൾ അവിടെ അല്ലേ താമസിക്കുന്നത്, അപ്പോൾ അവിടെ വെച്ച് നടത്തുന്നതല്ലേ ശരി എന്ന് പറയുമ്പം മീരടുത്ത് പറയുന്നുണ്ട് അങ്ങനല്ല അനൂപേട്ട, ആദ്യത്തെ കുഞ്ഞ്, അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യം ഏറ്റെടുത്ത് നടക്കണമെന്ന് പറയുമ്പം അനു പറയുന്നത് അതൊന്നും അല്ല കാര്യം, ഞാൻ പൈസയുടെ കാര്യമൊന്നും വെച്ചിട്ടുള്ള കാര്യത്തിനകത്തല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സൗകര്യം അവിടെ തന്നെയാണ്. പോരാത്തതിന് കുഞ്ഞിനിങ്ങനെ എന്താണ് കുറച്ച് ബ്രീതിങ് ട്രബിളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആ ഒറ്റൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് അവിടെയല്ലേ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളതെന്നൊക്കെ പറയുമ്പം അത് മാഷിന് എന്താണ് അത്രയ്ക്ക് എന്താണ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യത്തെ കുഞ്ഞാണ്, അപ്പോൾ ഇവിടെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കണമെന്ന് ആ ഒരു എന്താണ് ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് മാഷിന് അവിടെ ഉള്ളതുകൊണ്ട് മാഷ് എന്താണ് അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്നാലും അനു പറയുക ഒരു കാര്യം ചോദിച്ചാൽ എന്തായാലും സീതോങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക, അവരുടെ ഒപ്പീനിയനും കൂടെ അറിയാമല്ലോ. അപ്പം മീര ചേച്ചി പറയുന്നുണ്ട് അത് ശരിയാ, അവർ നമ്മളെക്കാളും മുന്നേ വല്ല തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലോ. എന്തായാലും അനുപ മീര ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി സേതുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചില്ല എന്ന് വേണ്ട, അതുകൊണ്ട് സേതുവിൻ്റെ അഭിപ്രായം എന്താണെന്നറിയാം, ഞാൻ അങ്ങ് സേതു വിളിച്ചേക്കാന്ന് നേരെ മാഷ് എന്താണ് കോൾ ചെയ്ത് നോക്കുക. അപ്പം സേതു മാതാ എന്താണ് മാഗസിനൊക്കെ വായിച്ച് അവിടെ പുറത്തിരിക്കുമ്പോഴത്തേക്കും ആ ഫോൺ അറ്റൻഡ് ചെയ്യുക. അപ്പോഴത്തെ ഈ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറയും. സേതു മാധവൻ്റെ ഒപ്പീനിയൻ എന്താണ് അവിടെ തന്നെ വെച്ച് തന്നെ പേരിടി ചടങ്ങ് നടന്നാൽ മതി എന്നാണ്. അനു പറഞ്ഞ അതേ റീസൺ തന്നെയാണ് അതുപോലെ സേതു മാധവനും പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും മാഷ് എന്താണ് തനിക്കും വേറെ അസൗകര്യമൊന്നും ഇല്ലയെന്ന് മനസ്സോടങ്ങ് പറയുവാണ്. എന്തിനാ ഫോൺ കട്ടിയോ. പക്ഷേ അതിനകത്ത് അത്രമാത്രം മാഷിനും കമലെടുത്തേക്കും തൻ്റെ ആഗ്രഹമായിരുന്നു തൻ്റെ വീട്ടിൽ കൊണ്ടും തൻ്റെ മക്കളുടെ ആദ്യത്തെ പ്രസവത്തിൻ്റെ കുഞ്ഞിനെ നോക്കുക എന്നുള്ളതും ആദ്യം പ്രസവ സമയം തൊട്ടുള്ള ആഗ്രഹമാണ് ആദ്യം അവിടെ കൊണ്ടുവന്ന് നിർത്തി നോക്കാനായിട്ട്. പക്ഷേ അതിനൊന്നും അവിടെ സമ്മതിച്ചില്ല. അപ്പം അങ്ങനെ പല പല ഇഷ്യൂസിനകത്ത് അങ്ങനെ മാറിപ്പോയതുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന തൻ്റെ മക്കളോട് തനിക്ക് പുലർത്താനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് കിട്ടാത്തതിൻ്റെ ഒരു ചെറിയൊരു നീരസം മാഷിനുണ്ട്. അത് തൻ്റെ സെൽഫ്
സെൽഫ് എസ്റ്റീമിന് ഒരു കുറവായിട്ട് തോന്നുന്ന രീതിക്കകത്ത് മാഷും കമലെടുത്ത് അങ്ങ് റൂമിൽ കയറി പോകുമ്പം ഇവിടുത്തെ അനൂപേട്ടനോട് പറയുന്നുണ്ട് അത് അത്രയ്ക്ക് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്കും അതിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മീരെ, യഥാർത്ഥത്തിൽ ഇവിടെ പ്രാക്ടിക്കലി പറ്റുന്ന കാര്യമല്ല നോക്കണ്ടേ, കുഞ്ഞിൻ്റെ കംഫർട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ആ ടോപ്പിക് അങ്ങ് തീരുവാണ്. പിന്നെ കാണിക്കുന്ന ആതിരയുടെ റൂമിനകത്ത് കുഞ്ഞ് ഉറക്കം ഉണർന്നതേ ഉള്ളൂ. അപ്പം ഭയങ്കര കരച്ചിൽ. അപ്പം കുഞ്ഞിനെ ആതിര എങ്ങനെയെങ്കിലും ഒന്ന് പാസിഫൈ ചെയ്ത് ഉറക്കാൻ വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് സമയത്തേക്ക് എന്താണ് കുഞ്ഞിൻ്റെ ആ ഒരു കരച്ചിൽ കേൾക്കുമ്പം തന്നെ അർച്ചന സർവ്വ പണി അവിടെ തന്നെ ഇട്ട് നേരെ റൂമിൽ കയറി വരുന്നതും ആതിരയുടെ മുഖം അങ്ങ് എന്താണ് അങ്ങ് വാടും. അപ്പോഴത്തേക്കും ആതിരയുടെ പറയുവാണ് എന്തിനാ കുഞ്ഞ് കരയും ചോദിക്കുമ്പോഴത്തേക്കും ആതിര പറയുന്നുണ്ട് അതിപ്പോൾ ഉറക്കം ഉണർന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കരയുന്നത്. അവൾ തന്നെ കരഞ്ഞ് അങ്ങ് എന്താണ് കരച്ചിൽ നിന്നോളൂ എന്ന് പറയുമ്പോൾ നീ കുഞ്ഞിനിട്ട് കരയിപ്പിക്കാതെ ആതിര, നീ ഇങ്ങോട്ടേക്ക് താ, മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് താന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്താണ് അർച്ചന പിടിച്ച് മേടിക്കുവാണ്. അങ്ങനെ ആതിരയ്ക്ക് അങ്ങനെ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കും അർച്ചന എന്താണ് കയ്യിലേക്ക് കൊണ്ട് നടന്ന് കുഞ്ഞിനെ എങ്ങനെയൊക്കെ എന്താണ് നന്നായിട്ട് ആശ്വസിപ്പിച്ച് ലാസ്റ്റ് കുഞ്ഞിനെ ഉറക്കി നേരെ തൊട്ടിലി വരെ കിടത്തി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ഈ ആതിരയുടെ മനസ്സിനകത്ത് ഇതൊക്കെ അർച്ചന ചെയ്യുന്നതും കുഞ്ഞിനെ തൊട്ടിലി കിടത്തിയിട്ട് ആട്ടുന്നതൊക്കെ കാണുമ്പോഴും കൈ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോഴും ആതിരയുടെ മനസ്സ് മൊത്തം എന്താണ് അർച്ചനയെ തിന്നാനുള്ള ദേഷ്യത്തിൽ അർച്ചനയെ നോക്കുന്നത്. കാരണം ഒന്നാമത് ആതിര നോക്കുമ്പോൾ തൻ്റെ കൈ എത്ര നേരം എന്നിട്ടും കുഞ്ഞെന്താണ് ഒരു രീതിയിലും കരച്ചിൽ നിർത്തിയില്ല. പക്ഷേ ചേച്ചി വന്നപ്പോഴോ ചേച്ചിയുടെ കൈ നിന്നപ്പം തന്നെ എന്താണ് ചേച്ചിയുടെ ഒരു 2 താലോലിപ്പ് കേട്ടപ്പോഴത്തേക്കും കുഞ്ഞെന്താണ് അമ്മയുടെ തൊള്ളേനേക്കാൾ അത്ര സ്നേഹത്തിനകത്ത് വല്യമ്മടുത്ത് നിൽക്കുന്നത്. ആ ഒരു ദേഷ്യം പിന്നെ പോരാത്തതിന് അവന്തിക പറഞ്ഞു കൊടുത്ത അത്ര വാക്കുകൾ മനസ്സിൽ കയറി വരുമോ. അത് അർച്ചനയാണ് കുഞ്ഞിനെ ആദ്യം മേടിച്ചിട്ട് ആദ്യം ഉമ്മ കൊടുത്തോട്ട് ഇപ്പം ആദ്യമായിട്ട് കുളിപ്പിക്കുന്നുണ്ട് എല്ലാം നോക്കുന്നത്. ഇപ്പം കുഞ്ഞിന് വിവരമൊന്നും ഇല്ലെങ്കിലും കുഞ്ഞിന് മെല്ലെ മെല്ലെ കുഞ്ഞിൻ്റെ ബുദ്ധിയിൽ ഇതൊക്കെ രജിസ്റ്റർ ആകുമ്പം പിന്നെ അമ്മയുടെ സ്ഥാനം നിനക്കില്ലാതാകുമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഏഷ്ണിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങനെ ആതിരയുടെ മനസ്സിൽ കയറി വന്നുകൊണ്ട് ആതിര അതൊരറ്റത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അർച്ചന കുഞ്ഞിനെ ഈ താലോലിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആതിരയുടെ മുഖത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് അത്രയ്ക്ക് ദേഷ്യം സ്വന്തം സഹോദരി എന്നത് പോലും ഒരു പരിഗണനയ്ക്കകത്തില്ല. ആ ലാസ്റ്റ് അർച്ചന കുഞ്ഞിനെ എല്ലാം ഉറക്കി കഴിഞ്ഞിട്ട് തൻ്റെ ഉത്തരവാദിത്തം തീർന്നുകൊണ്ട് അവിടുന്ന് റൂമിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ചേച്ചി ഒന്ന് നിന്നേ, റൂമിൽ നിന്ന് പോകാൻ നിന്ന അർച്ചനെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് വലിച്ച് പിടിച്ച് നിർത്തിയിട്ട് ആതിര പറയണം എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യം സംസാരിക്കണം. നീ പറ ആതിര എന്താ കാര്യം എന്നിട്ട് അർച്ചന മനസ്സിന് അത്ര നിഷ്കളങ്കതയോടുകൂടി തന്നെ അങ്ങ് ചോദിക്കുക. കാരണം സ്വന്തം സഹോദരിയിലെ എന്ത് പറയാതിരിക്കുന്നത്, ചേച്ചിയോട് പറയുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചേച്ചിക്ക് ചിലപ്പം അത് വിഷമമായെന്നിരിക്കും. പക്ഷേ അതൊന്നും എനിക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല, എനിക്കിത് ഇനിയും ചേച്ചിയെടുത്ത് പറയാതെ വേണമല്ല. അപ്പോഴത്തേക്കും അർച്ചനയ്ക്ക് ഭയങ്കര ടെൻഷൻ, എന്തുവാ ഈ പറയാൻ വന്നത്, നീ മനുഷ്യൻ ടെൻഷൻ എടുപ്പിക്കത്ത് പറയടി പെണ്ണെ വേഗത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റൊരു കാര്യമല്ല, ചേച്ചിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ചേച്ചി ഇങ്ങനെ കുഞ്ഞ് കൂടെ കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വന്ന് എടുക്കണമെന്നില്ല, ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാമല്ലോ കുഞ്ഞ് കരയുന്ന കേൾക്കുമ്പോൾ തന്നെ ചേച്ചി എന്തിനാ ഓടിക്കയറി ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ ചേച്ചി അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് അർച്ചന വീണ്ടും നിഷ്കളങ്കത കാണിച്ചുകൊണ്ട് പറയുക നിനക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടാണോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലടി, നിനക്ക് എന്താണ് അതൊന്നും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അർച്ചന നേരെ റൂമിൽ നിന്ന് വീണ്ടും പോകാൻ നിൽക്കുമ്പം ആതിര പറഞ്ഞു എനിക്ക് അതല്ല കാര്യം എന്ന് പറയുന്ന സമയത്തേക്ക് കറക്റ്റ് സേതുമാധവൻ കൂടെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അർച്ചനയുടെ മുന്നേ അർച്ചന പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആതിര പറയുന്നത്. സേതുമാധവൻ ഇത് കേട്ടുകൊണ്ടാണ് വരാൻ നിൽക്കുന്നത്. അപ്പോൾ ആതിര പറയുന്നുണ്ട് ചോദ്യം ഉണ്ടല്ലോ, ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടാണോ, അതൊന്നും നീ നോക്കണ്ടെന്ന് പറയുമ്പോൾ അതല്ല കാര്യം, എനിക്ക് ചേച്ചി എൻ്റെ കൊച്ചിനെ എടുക്കുന്ന ഇഷ്ടമല്ല. അത് കേൾക്കുമ്പം തന്നെ അല്ല എന്ന് പറയുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് ഭയങ്കര കണ്ണങ്ങ് ഞെട്ടി നിൽക്കുവാണ്. അതിനുശേഷം എന്താണ് എനിക്ക് ചേച്ചി എൻ്റെ കൊച്ചിനെ എടുക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അർച്ചനയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട് മോളെ ആതിര നീ എന്തോ ഈ പറയും ചോദിക്കുമ്പോഴത്തേക്കും ആതിര പറയുന്നത് ചേച്ചിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, എന്നാൽ ഞാൻ കുറച്ചും കൂടെ സ്പഷ്ടമാക്കി തന്നെ മനസ്സിലാക്കി തരാം. ചേച്ചി എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതുമാത്രമല്ല കാര്യം, ചേച്ചി വെറുതെ ഇങ്ങോട്ട് കയറുന്ന എൻ്റെ കുഞ്ഞിന് സർവ്വസമയം എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം, പ്രസവിക്കാൻ എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താനും നോക്കാനും എല്ലാത്തിനും എനിക്ക് തന്നെ അറിയാം. അല്ല ചേച്ചിയുടെ ആവശ്യമൊന്നും എനിക്കിവിടെ ഇല്ല. ഇനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അല്ലാതെ പകരം വല്യമ്മ ആവാൻ പാടില്ല എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ അർച്ചന ഭയങ്കര തകർന്ന് നിൽക്കും. ഇത് കേട്ടുകൊണ്ട് സേതുമാധവൻ അങ്ങ് വരുമ്പോഴത്തേക്കും ആതിര ഒന്ന് ആദ്യം ഞെട്ടുന്നുണ്ട്. പക്ഷേ അർച്ചന എന്താണെന്നറിയോ ഭയങ്കര അവിടെ നിന്ന് അങ്ങ് നാണം കെട്ട് പോകും. കാരണം സേതുമാധവൻ എത്രയൊക്കെ പറഞ്ഞാലും ആ വീട്ടിലെന്താണ് അമ്മായി അച്ഛനല്ലേ. അപ്പോൾ അമ്മായി അച്ഛൻ്റെ മുന്നിൽ സ്വന്തം എന്താണ് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഒരേ സഹോദരിയായിട്ട് നിന്ന് ആതിര താൻ ഇത്രയൊക്കെ നോക്കിയിട്ടും തന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് പുറത്തുനിന്ന് ഒരു മനുഷ്യനല്ലേ, ആ വ്യക്തി കേൾക്കുമ്പോൾ തൻ്റെ വില എന്തായി പോകും. കാരണം വീട്ടിലേക്ക് വന്നു കയറിയ മരുമക്കളല്ലേ. ആ രീതി അർച്ചനയ്ക്ക് അതൊരു നാണക്കേടായി നിൽക്കുവാണ്. പക്ഷേ സേതുമാധവൻ അങ്ങനെയൊന്നുമില്ല. സേതുമാധവൻ പറയുന്നത് ആതിര നീ ഇപ്പം പറയുന്നത് ഒരു കഴമ്പില്ല, ആതിര പറയുന്നത് ശുദ്ധ മണ്ടത്തരം ശുദ്ധ വിട്ടിത്തരും, അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ്. അർച്ചന കുഞ്ഞിനെ എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് അർച്ചന എടുക്കുമ്പോൾ തന്നെ കരച്ചിൽ നിർത്തുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം കൊണ്ടല്ല, ഈ കുഞ്ഞുങ്ങളെ എടുക്കാനും വളർത്താനൊക്കെ
അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ട് അർച്ചനയ്ക്ക് കുഞ്ഞിനോട് അത്ര സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോഴത്തേക്കും തിരിച്ച് ആതിര വിട്ടുകൊടുക്കില്ല. ആതിര സേതുമാധവനെതിരെയും സംസാരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അതിനെ കുഞ്ഞിൻ്റെ വല്യമ്മയുടെ ആവശ്യമൊന്നുമില്ല, ഇവിടെ കുഞ്ഞിൻ്റെ അമ്മ ജീവനോടെ തന്നെ ഉണ്ട്, പിന്നെ എന്തിനാണ് വല്യമ്മ ഒന്നും നോക്കേണ്ട ആവശ്യമുള്ളൂ, എൻ്റെ കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്ക് അതിനെ ഇത്രയും മാസം വയറ്റി ചുമന്നിട്ട് പ്രസവിക്കാനും കാര്യത്തിന് എനിക്കറിയാമെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ടേക്ക് അതിനെ വളർത്താനും കുളിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല എന്നുണ്ടോ. ചേച്ചി ഇങ്ങോട്ടേക്ക് വരും രാവിലെ നിവൃത്തിയുടെ കൊണ്ട് പറഞ്ഞു പോകുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ രാവിലെ തൊട്ട് എവിടെയെങ്കിലും ഒന്ന് കുഞ്ഞ് കരയുന്ന കേട്ടാൽ മതി, അപ്പോഴത്തേക്ക് ഇങ്ങനെ റൂമിൽ കയറി ഇങ്ങനെ വന്നോളൂ. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ഒരുക്കുന്നത് കണ്ണെഴുതുന്നത് എല്ലാം ചേച്ചിയാണ്. എന്നിട്ട് അവസാനം കുഞ്ഞ് ഉറങ്ങുമ്പോഴാക്കി എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടുന്നത്. ഏതെങ്കിലും സമയത്ത് എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് വരുന്നത്. ആ കുഞ്ഞ് അടുത്ത് എൻ്റെ കൈ കിട്ടുമ്പോഴോ കുഞ്ഞ് ഉറക്കത്തിനകത്താക്കി ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ തൊട്ട് പിന്നെ എല്ലാ സമയം ചേച്ചിയുടെ തന്നെ. എൻ്റെ കുഞ്ഞ് എന്നിൽ നിന്ന് അകലുന്ന എനിക്ക് ഇഷ്ടമല്ല. ആതിര നീ പറയുന്ന മഹാ തെറ്റാന്ന് വീണ്ടും സേതുമാധവൻ പറയുന്നത്. കാരണം സേതുമാധവന് പോലെ ഇത്ര അത്ഭുതം. ആതിരെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുമോ ആതിരെ? കാരണം നിൻ്റെ സ്വന്തം സഹോദരിയല്ലേ അർച്ചന, സ്വന്തം സഹോദരിയായിട്ട് ഇങ്ങനെയൊക്കെ പറയുമോ? അർച്ചനയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, സഹായം എന്ന രീതിയിൽ കൂടെയല്ലേ അർച്ചന ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി നോക്കുന്നതും കാര്യങ്ങളൊക്കെ. അതിൽ നിനക്ക് എന്ത് ബുദ്ധിമുട്ടിരിക്കാനാ? നീയും സന്ദീപ് എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണ്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഇനി ആര് വല്യമ്മയല്ല ആരൊക്കെ വന്നാലും ആ ബന്ധം ഇല്ലാതാകുമോ? അർച്ച വല്യമ്മയല്ലേ, അവർക്ക് എടുക്കാനുള്ള അവകാശം ഇല്ലാന്നാണ് ആതിരയിൽ പറയുന്നത്. അപ്പോഴത്തേക്കും ആതിര പറയുന്നത്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് കടന്ന് പോകാൻ പാടില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ വീണ്ടും ആതിര കടന്ന് സേതുമാധവനെ സംസാരിക്കുന്ന പോലും ഓർക്കാതെ അത്രയ്ക്ക് ആതിര സേതുമാധവനോട് എതിർ വർത്താനം പറയും. ഇതൊക്കെ കേട്ട് അച്ഛൻ എന്താണ് സേതുമാധവനെ എതിർക്കുന്ന കാര്യം നിർത്താൻ പറയാൻ പറ്റണോ, അതോ തന്നോട് അനിയത്തി ഇത്രയും സംസാരിക്കുന്ന സങ്കടപ്പെടണോ, ഒന്നും അറിയാതെ അത്ര രീതിക്കത്തേക്കോ. ചേച്ചി എന്നെക്കൊണ്ട് ഇനിയും മോശമായിട്ട് പല കാര്യങ്ങൾ പറയിപ്പിക്കില്ല, എനിക്ക് ഇത്രയൊക്കെ പറയാൻ ഇനി പറ്റത്തുള്ളൂ, ഇതിൻ്റെ അപ്പത്തോടൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കില്ല. ചേച്ചി മനസ്സിലാക്കി ഇനി മേലെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇടപെടാൻ എൻ്റെ കൊച്ചിൻ്റെയും കാര്യം നോക്കാൻ വേണ്ടി ചേച്ചിയുടെ ആവശ്യമില്ല. അപ്പോൾ സേതുമാധവൻ നിനക്കൊരു സഹായം എന്ന രീതിയിലല്ലേ. അപ്പോഴത്തേക്കും ആതിര വീണ്ടും വിട്ടുകൊടുക്കില്ല, എനിക്ക് സഹായത്തിന് വല്ലവരെയും വേണമെന്ന്, എൻ്റെ കൊച്ചിനെ നോക്കാൻ വേണ്ടി സഹായത്തിന് ആരെങ്കിലും ജോലിക്കാരി വെക്കണമെന്ന് അച്ഛൻ ചോദിച്ചല്ലേ, അച്ഛനോട് പറഞ്ഞല്ലേ അങ്ങനെ ഒരു ജോലിക്കാരിയെ വേണ്ട എന്ന്. ഇനി കൊച്ചിനെ ഒറ്റയ്ക്ക് നോക്കാൻ തുടങ്ങി എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്കൊരു ജോലിക്കാരി വേണമെങ്കിൽ ഞാൻ അന്നേരം അച്ഛനോട് പറയാം, അച്ഛൻ അങ്ങനത്തെ സമയത്ത് എനിക്കൊരു ജോലിക്കാരി വെച്ച് തന്നാൽ മതി കുഞ്ഞിനെ നോക്കാനും സഹായത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അർച്ചനയ്ക്ക് ഇതും കൂടെ കേൾക്കും ഭയങ്കര സങ്കടം. എന്നിട്ട് ചോദിക്കുവാണ്, എടി അപ്പം ഞാൻ നിന്നെ കുഞ്ഞിനെ എടുക്കുന്നതിനകത്തേ ഉള്ളൂ നിനക്ക് ഇത്ര വിഷമവും കാര്യങ്ങളൊക്കെ, മറ്റൊരു പുറത്തുനിന്ന് വന്ന ഒരു ജോലിക്കാരി നിന്നെ കുഞ്ഞിനെ എടുത്താലും കണ്ണെഴുതിയാലും കുളിപ്പിച്ചാലും നിനക്ക് പ്രശ്നമില്ല എന്നല്ലേ. അപ്പോഴത്തേക്ക് എന്താണ് അർച്ചനയുടെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ആതിരയുടെ ആ ഒരു വർത്താനം പെരുമാറ്റം എല്ലാം കൂടെ കാണുമ്പോൾ അർച്ചനയ്ക്ക് മനസ്സിലാവും താൻ മാത്രം ഈ കുഞ്ഞിനെ എടുക്കുന്നത്, ചേച്ചി എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നതിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് തന്നെ പറയുമ്പോഴത്തേക്കും അത് അർച്ചന തൊടുന്ന മാത്രമാണ് ഇഷ്ടമല്ലാത്ത, അർച്ചന കുഞ്ഞിനെ എടുക്കുന്നത് തനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന്, അർച്ചനയോട് മാത്രമാണ് ഈ ഒരു വിലക്കെന്നത് സ്പഷ്ടമായ രീതിയിൽ തന്നെ അർച്ചനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആതിര. അപ്പം ഇതിൻ്റെ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് നിൽക്കുമ്പോൾ സേതുമാധവൻ ഒന്നും പറയല്ല. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോഴത്തേക്കും സന്ദീപ് അങ്ങോട്ട് കയറി വരും. അപ്പോൾ സന്ദീപ് കയറി വരുമ്പോഴത്തേക്കും അർച്ചന എന്താണ് കരഞ്ഞുകൊണ്ടങ്ങ് പോയി. കാരണം സന്ദീപിന് മുന്നിൽ കൂടെ നിന്ന് നാണം കെടാൻ പറ്റത്തില്ലല്ലോ. അവനെ കാണുമ്പോൾ ആതിരയ്ക്ക് ഇച്ചിരി ഒരു പേടിയൊക്കെ ഉണ്ട്. കാരണം സന്ദീപിനോട് ഇതൊക്കെ സത്യമായിട്ട് പറഞ്ഞാൽ സന്ദീപിന് വായിരിക്കുന്ന സർവ്വതയെ ചിലപ്പം ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചെന്നിരിക്കുന്നുള്ളതുകൊണ്ട് ആതിര ഇങ്ങനെ പതിങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് എന്താണ് അർച്ചന കരഞ്ഞുകൊണ്ടങ്ങ് ഓടിക്കയറി അർച്ചന റൂം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അർച്ചന തൻ്റെ റൂമിൽ കയറി ആ ഡോർ അങ്ങ് വലിച്ചങ്ങ് അടച്ചിട്ട് അവിടെ നിന്ന് കരയുവാണ്. അപ്പം ഇതും കൂടെ കാണുമ്പോൾ സന്ദീപിന് എന്തൊക്കെയോ ഇവിടെ പന്തികേട് ഉണ്ടെന്ന് മനസ്സിലായിട്ട് സന്ദീപ് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എന്ത് പറ്റി, ഏട്ടത്തിക്ക് എന്ത് പറ്റി, ഏട്ടത്തി അങ്ങോട്ടേക്ക് ഓടി പോകുന്നല്ലോ, ഏട്ടത്തി എന്താ കരഞ്ഞുകൊണ്ട് പോകുന്നത് ചോദിക്കുമ്പോഴത്തേക്കും സേതുമാധവൻ ഒന്നും കുറ്റം പറഞ്ഞു. സേതുമാധവൻ ഇത്രയേ പറയുന്നുള്ളൂ, നീ നിൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി, എന്നിട്ട് നിൻ്റെ ഭാര്യയ്ക്ക് നീ നല്ല കുറച്ച് ഉപദേശം കൂടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് സേതുമാധവൻ പോകുമ്പോഴത്തേക്കും ആതിരെ സന്ദീപ് നോക്കുന്ന ഒരു നോട്ടുണ്ട്. അതിനകത്ത് തന്നെ ആതിര പറയുകയാണ്, സന്ദീപ് എന്നെ നോക്കിയൊന്നും കൊല്ലാൻ നിൽക്കേണ്ട, ഞാൻ തോന്നൊന്നും ആരെ മനസ്സ് വിഷമിക്കാൻ വേണ്ടി ഞാൻ ആരോടും വഴക്കൂടാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതായത് അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല, എല്ലാവരും ആതിരയുടെ ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചിട്ട് തന്നെയാണ് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ഇത്രയും പറഞ്ഞുള്ള സന്ദീപേ, നമ്മുടെ കുഞ്ഞിനെ എപ്പോഴും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ എനിക്ക് എൻ്റെ കൊച്ചിനെ എൻ്റെ കൈ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചേച്ചിക്ക് ഇത്ര കാര്യം മതിയല്ലോ, അങ്ങ് പിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കരയാനും നിലവിളിക്കാനൊക്കെ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആതിര പറഞ്ഞതൊന്നും സന്ദീപിന് അത്ര വിശ്വാസമാകത്തോണ്ട് സന്ദീപ് വയ്ക്കും, നീ ഇത് തന്നെയാണോ ഏട്ടത്തിയോട് പറഞ്ഞത്, ഇതേ വാക്കാണോ പറഞ്ഞത്? അപ്പോൾ സന്ദീപിന് വിശ്വാസമാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ആതിര പറയും, ഞാൻ സന്ദീപിനോടല്ല കള്ളം പറയേണ്ട ആവശ്യം, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ചേച്ചിയുടെ കാര്യം സന്ദീപിന് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് സന്ദീപിൻ്റെ മനസ്സിലേക്ക് എന്താണ് ഇനി അങ്ങോട്ടേക്ക് വിഷം കയറ്റി വെക്കാൻ നോക്കുന്ന ആതിരയുടെ പരിശ്രമമാണ് ഇനി കാണാൻ പോകുന്നത്. കാരണം ഇനി അടുത്ത എപ്പിസോഡിന് ആതിര പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ലൈഫ് ഇങ്ങനെ ആയി പോയതിൻ്റെ കാര്യം പോലും സ്വന്തം ചേച്ചി അർച്ചനയാണ്, അർച്ചന അത്രമാത്രം കുറ്റം പറഞ്ഞ് തള്ളിക്കളയുന്ന ആതിരയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് സന്ദീപിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന മാംഗലീവ്സിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ടല്ലോ. ബൈ.